യെസ് ഫൈനലി നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയേണ്ടായാലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫൈനലി അങ്ങനെ നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫിക്സ്ചർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ 15-ാം തീയതി സെപ്റ്റംബർ 15-ാം തീയതി തന്നെയാണ് നമ്മുടെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത്. നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നു 15-16 ആയിരിക്കും നമ്മുടെ ആദ്യത്തെ മാച്ച് എന്ന്. 15 തന്നെയാണ് നമ്മുടെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ആദ്യത്തെ മാച്ച് നടക്കാൻ പോകുന്നത്. അഗെയിൻസ്റ്റ് പഞ്ചാബ് FC ആണ്. നമ്മൾ ഡ്യൂറൻ കപ്പിൽ ഒരു വട്ടം നേരിട്ട് ഒപ്പോണൻ്റാണ് എങ്കിലും വീണ്ടും പഞ്ചാബിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു പഞ്ചാബ് ആയിരിക്കില്ല, കുറച്ചുകൂടെ ശക്തി കൂടിയൊരു പഞ്ചാബ് ആയിരിക്കും. എസക്കിയൽ, വിഡാൽ തുടങ്ങിയ വമ്പൻ താരങ്ങൾ, അർജൻറ്റീനിയൻ താരങ്ങൾ കൂടി എത്തിയോടെ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് പഞ്ചാബ്. പിന്നെ നമ്മുടെ മത്സരം എന്ന് പറയുന്നത് 22-ാം തീയതിയാണ്. ആ ഒരു മത്സരം എന്ന് പറയുന്നത് ബിഗ് മാച്ചാണ്. നമ്മൾ ദിമിത്രോസ് ഡാമൻഡക്കോസിൻ്റെ ടീമിനെതിരായിട്ടാണ്, ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടാണ്. സോ ഒരു മാച്ച് 22-ാം തീയതിയാണ് സെപ്റ്റംബർ. പിന്നെ 29-ാം തീയതി നോർത്ത് ഈസ്റ്റ്, അത് എവേ മാച്ചാണ്. സോ എന്തായാലും വമ്പൻ ഒരു ഷെഡ്യൂൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഷെഡ്യൂളിൽ ഹൈദരാബാദ് FC-യുടെ പേരുമുണ്ട്. ഹൈദരാബാദ് FC ISL ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഡൗട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ഷെഡ്യൂൾ പുറത്തു വിടാത്തതെന്ന് പറഞ്ഞിരുന്നു. ഫൈനലി ഹൈദരാബാദ് FC ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു ഷെഡ്യൂൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സോ എന്തായാലും ആ ഒരു വമ്പൻ മാച്ചിന് വേണ്ടി കാത്തിരിക്കുക.